12 വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. ഓയൂർ മീയന റോഡുവിള പെരുമ്പുറത്ത് അജാസ് മൻസിലിൽ അൻസാരിയുടെ മകൻ 12 വയസ്സുള്ള മുഹമ്മദ് അജാസിനെയാണ് വെള്ള ഓൾട്ടോ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാനായി ശ്രമിച്ചതെന്ന് പരാതി. KPM HSSൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അജാസ്. കുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴി ഒരു വെള്ള ഓൾട്ടോ കാർ നിർത്തി മിഠായി വേണമോ എന്ന് ചോദിക്കുകയും കുട്ടി വേണ്ട എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ അടുത്ത് മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയും ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് ആക്കാമെന്ന് പറയുകയും ചെയ്തു. കുട്ടി ഇത് നിരസിച്ചതോടെ കാറിലുണ്ടായിരുന്ന ചൂരൽ വടിയെടുത്ത് അടിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. റോഡുവിള കാവടി പനവട്ടം നാഗരാജ ക്ഷേത്രത്തിന് മുന്നിൽ വച്ചായിരുന്നു സംഭവം. 1 വർഷം മുന്നേ സമാനമായ കേസുണ്ടായ ഓട്ടുമല എന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അടുത്താണ് ഈ സംഭവം അരങ്ങേറിയത്. നമസ്കാരം, ഞാൻ IHRCIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നജീം സൈനുദ്ദീൻ. ഇന്നലെ ഒരു വിഷയം ഇവിടെ നടന്നായിരുന്നു. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പും ഇവിടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഓട്ടുമല എന്ന് പറയും, ഓയൂർ ഓട്ടുമല. അവിടെ ഒരു കുഞ്ഞിനെ പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ലോകം മൊത്തം അറിഞ്ഞൊരു സംഭവമാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്കൂളുകളിൽ വിടുന്ന മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നത് വരെ തീ തിന്ന് കഴിയുന്ന ഒരവസ്ഥയാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ പിറക്കെ ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ നടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നും ഇത് പോലീസ് ഉദ്യോഗസ്ഥരായാലും പൊതുപ്രവർത്തകരായാലും ഈ ഒരു സംഭവം ഏറ്റെടുത്ത് അവരും കൂടെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഒരു കുഞ്ഞിനെയും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പം ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുഞ്ഞിന്റെ പിതാവ് ഇപ്പം പറഞ്ഞു, സ്കൂളിൽ KPM സ്കൂൾ റോഡുവിള, ആ സ്കൂളിന്റെ പരിസര പ്രദേശത്ത് നിന്ന് ഒരു കുഞ്ഞിന് ഇത് കണക്ക് 1-2 പ്രാവശ്യം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ഈ ഓയൂർ മേഖലയാണ്, പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയാണ് നമ്മളത്. അപ്പം SI അദ്ദേഹത്തിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്യൂ അത് എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പൊതുപ്രവർത്തകരൊക്കെ മുൻകൈ എടുത്ത് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു കൂട്ടായ ശ്രമം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവും എന്ന് പറയുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, പറഞ്ഞോ, എന്താണ് സംഭവിച്ചത്? ഞാൻ സ്കൂൾ വിട്ട് വരുമായിരുന്നു. അപ്പോഴത്തേന് ഒരു കാറ് കൊണ്ട് എന്റെ ബാക്കിൽ നിർത്തിയിട്ട് ഓയൂര് പോകുന്ന വഴി ഒഴിച്ച്. ഞാൻ പറഞ്ഞ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു മുട്ടായി എടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് തിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ എന്റെ അടുത്ത് ചോദിച്ചു വീട് എവിടെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പെരുവർത്താന്ന് പറഞ്ഞു വണ്ടി കയറിയ വീട്ടിലോട്ട് ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണം. പറഞ്ഞു വണ്ടി കയറി വീട്ടിലാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിക്കകത്തുനിന്ന് ഒരു കമ്പ് എടുത്ത് എന്റെ കയ്യിൽ അടിച്ച് ഞാൻ അവിടുന്ന് ഓടി മാറി ഒരു കടയുടെ ബാക്കിൽ ഒളിച്ച്. അപ്പൊ അവര് വണ്ടിയും തിരിച്ചോണ്ടങ്ങ് പോയി. ഇതിന് മുന്നേ മോൻ ഈ കാർ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. പറഞ്ഞത് ഞാൻ എന്റെ ബാക്കിൽ കൊണ്ട് കാറ് നിർത്തുമ്പോഴാണ് അത് കാണുന്നത്. മോന്റെ കൂടെ എത്ര കൂട്ടുകാരുണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നു, അത് മണ്ടയിലൊരു വീട്ടിൽ ട്യൂഷൻ കയറി. അതിനുശേഷം മോൻ ഒറ്റയ്ക്കായിരുന്നു? ആ. ഒന്ന് മുന്നേ പറയാമോ, ഒറ്റയ്ക്ക് എങ്ങനെയായിരുന്നു പറഞ്ഞ ഒന്നുകൂടെ? ഞാൻ ഇങ്ങനെ നടന്ന് ഒരു ഇറക്കമുണ്ട്, ഇങ്ങനെ ഇറങ്ങി അതിനകത്ത് അമ്പലം ഉണ്ട്, അതിന്റെ മുമ്പിൽ വെച്ചായിരുന്നു. എന്റെ അടുത്ത് വന്ന് ചോദിച്ച് ഓയൂര് പോകുന്ന വഴി ചോദിച്ച്. ഞാൻ പറഞ്ഞ അറിയത്തില്ലെന്ന്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് മുട്ടായി വേണോന്ന്. എന്നിട്ടടുത്ത് ഇങ്ങനെ നീട്ടി. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോഴത്തേനാണെങ്കിൽ പറഞ്ഞു വീട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പെരുവർത്താന്ന് പറഞ്ഞു വണ്ടി കയറി അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നടന്നു നോക്കോളാന്ന് പറഞ്ഞു. വണ്ടി കയറി ആക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ കമ്പെടുത്ത് അടിച്ച് കയ്യില്. അങ്ങനെ അവിടുന്ന് ഓടി മാറി ഒരു കടയുടെ ബാക്കിൽ കയറിയപ്പോ അവര് വണ്ടി എടുത്തോണ്ട് സ്പീഡിന് അങ്ങ് പോയി വന്ന സ്ഥലത്തോട്ട് തന്നെ.